ഗോവിന്ദ മാഷ് ആദ്യം പറഞ്ഞിരുന്നത് നിലമ്പൂരിലെയും മഞ്ചേരിയിലെയൊക്കെ യോഗം കണ്ടപ്പോൾ SDPIയും വെൽഫെയർ പാർട്ടിയാണ് അൻവറിൻ്റെ പിന്നാലെ എന്നല്ല പറഞ്ഞിരുന്നത്. അൻവർ ഇപ്പോൾ മത്സരിക്കുമ്പോൾ ഈ രണ്ട് പാർട്ടിയും അൻവറിൻ്റെ കൂടെ ഇല്ലല്ലോ. അപ്പം ഇനി നാളെ 23 റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ എന്തായാലും ജയിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദയവായി അന്ന് ഇനി വീണ്ടും SDPIയും വെൽഫെയർ പാർട്ടിയാണ് അൻവറിന് വോട്ട് ചെയ്യരുത് എന്നാണ് ഇപ്പോൾ ഗോവിന്ദ മാഷോട് പറയാനുള്ളത്. ഏത് പാർട്ടിക്കും പിന്തുണ കൊടുക്കാം, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. ഗോവിന്ദ മാഷ് ശ്രദ്ധയിലൊന്നും പെടുത്തിയതാ. 23 റിസൾട്ട് വരുമ്പോൾ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ അതിങ്ങനെയാണെന്ന് പറയരുത്, അദ്ദേഹത്തിന് അത് ഓർമ്മ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. ജയിക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ടോ? UDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. UDF ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളെന്താ പറയുക, നിങ്ങളൊരിതിലൊരു റിസർച്ച് നടത്തുന്നില്ല. ഇപ്പോൾ UDFൻ്റെ പോകുന്ന സ്ഥാനാർത്ഥി പര്യടനം നിങ്ങൾ പരിശോധിച്ചാൽ മതി. ആരാ നാട്ടുകാരുള്ളത്? അവർ കുറേ ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് നിൽക്കുന്നു. സ്വാഭാവികമാണ്, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആൾ വരും. ആ ആളുകൾ മാത്രമാകാൻ പാടില്ലല്ലോ, അതൊരു ആഡ് ഓൺ ആണ്. അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ പൂർണ്ണമായിട്ടും ഈ സ്ഥാനാർത്ഥിയെ കൈവിട്ടിരിക്കുകയാണ്. ആ കൈവിട്ടിരിക്കുന്നത് UDFൻ്റെ പ്രവർത്തകരാണ്, സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ്? ആ സ്ഥാനാർത്ഥിയുടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും കുറേ വണ്ടി ഉണ്ടാവും, കുറേ ആളുകളുണ്ടാവും, പക്ഷെ അതൊന്നും വോട്ടാവില്ല. വോട്ട് ഇവിടെ പിണറായിസത്തിനെതിരെയാണ്. ആ പിണറായിസത്തിനെതിരെ നിലപാടെടുത്തവരെ നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം. ഇന്നിപ്പോൾ ഒരു പ്രത്യേക കാര്യങ്ങൾ നാളെ പറയേണ്ട കാര്യം, മിനിഞ്ഞാന്ന് മുഖ്യമന്ത്രി വന്യജീവി ആക്രമണത്തിൽ ഇതിനെ വെടിവെക്കാനുള്ള അനുമതി നൽകണമെന്ന് പറഞ്ഞ് കേന്ദ്ര മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ആ കത്തിൻ്റെ മറുപടി ഉണ്ടല്ലോ നിങ്ങൾ. എന്താ മറുപടിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ അധികാരമുണ്ട്. 1972 അനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിലെ 11(1)A അതിന് നിങ്ങൾക്ക് അധികാരം നൽകുന്നുണ്ട്. അതിനെന്തിനാ കത്ത് തരുന്നതെന്ന് ചോദിച്ചു. ഇതാണ് കഴിഞ്ഞ 5-8 വർഷമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അധികാരം ഈ ഗവൺമെൻറ് ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പം നിലമ്പൂരിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ കൊടുത്ത അത് ഉടനെ തന്നെ അതിൽ രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടായിരിക്കും കേന്ദ്രമന്ത്രി പ്രതികരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ അധികാരം 11(1)A ഇവിടെ ഉപയോഗപ്പെടുത്തുന്നില്ല. അതാണ് ഇവിടുത്തെ വിഷയം. അങ്ങനെ ഓരോന്നും പറഞ്ഞ് പറ്റിച്ച് പോകുന്നതിലപ്പുറം വസ്തുതാപരമായി ഹൃദയത്തിൽ തട്ടി ഈ കർഷകർക്ക് വേണ്ടി ഒരു നിലപാടും ഈ ഗവൺമെൻറ് ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല. നാളെ ഈ ഇടതുപക്ഷ പിണറായി ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന പ്രതീക്ഷയില്ല. വകുപ്പ് മന്ത്രി പറയുന്ന കേന്ദ്രമന്ത്രി പറഞ്ഞ മുഴുവൻ അർദ്ധസത്യങ്ങളാണെന്നുള്ളതാണ്. പലതും മറച്ചു വെച്ച് പറയുന്നു. അത്തരത്തിൽ പൂർണ്ണതരത്തിലുള്ള ഒരു അധികാരം ഇല്ല എന്നുള്ള രീതിയിലാണ്. അത് പച്ചക്കള്ളല്ലേ, ഇൻ്റർനെറ്റിൽ നോക്കിയാൽ കാണാമല്ലോ, നിങ്ങൾക്കൊന്നും കാണാമല്ലോ, നിങ്ങൾക്കൊന്ന് പരിശോധിക്കാമല്ലോ. 1972 അനിമൽ പ്രൊട്ടക്ഷൻ ആക്ട് എടുത്ത് അതിലെ 11(1)A സെക്ഷൻ പരിശോധിച്ചാൽ നിങ്ങൾക്കും കാണാം. എന്തിനാ അർദ്ധസത്യം? വളരെ കൃത്യമായി എഴുതിയിരിക്കുന്നില്ലേ? ഈ പറഞ്ഞ മന്ത്രിയുടെ ഇടതുപക്ഷത്തിൽ തന്നെയുള്ള MP സന്തോഷ് കുമാർ ഈ പറയുന്ന രാജ്യസഭയിൽ കൊടുത്ത അൺസ്റ്റാർഡ് ക്വസ്റ്റ്യന് കൊടുത്ത ആൻസറും ഇത് തന്നെയാണല്ലോ 5-8 മാസം മുമ്പ്. അപ്പോൾ ഒരു വസ്തുതയെ വളച്ചൊടിക്കുകയാണ് വനവകുപ്പ് മന്ത്രി. പല ഘട്ടത്തിലെടുക്കുന്ന നിലപാട് നിങ്ങൾക്കറിയാലോ. ഇവിടെ തന്നെ നമ്മുടെ കുട്ടി ഷോക്കേറ്റ് മരിച്ചപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? ഇപ്പം എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിന് വല്ല നിലപാടുണ്ടോ? അപ്പം പൂർണ്ണമായിട്ടും ഒരു നിലപാടും ഒരു സ്ഥിരബുദ്ധിയില്ലാത്തൊരു മന്ത്രിയെ പിടിച്ച് വകുപ്പേൽപ്പിച്ച് ഈ പച്ച മനുഷ്യന്മാരെ ഇങ്ങനെ മൃഗങ്ങൾ കടിച്ചു കൊല്ലുകയും ചവിട്ടി തേക്കുകയും ചെയ്യുമ്പോഴും വീണ്ടും ജനങ്ങളെ പറ്റിക്കാൻ കേന്ദ്രത്തിന് കത്തെഴുതി കാത്തിരിക്കുക എന്ന് പറയുന്ന ഒരാൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത 4ാം ക്ലാസ്സും ഗുസ്തിയുമുള്ളവന് പോലും തിരിച്ചറിയുന്ന പച്ചക്കള്ളം ഈ മണ്ഡലത്തിൽ പ്രചരിപ്പിച്ച് വോട്ട് വാങ്ങിയിട്ട് ജയിക്കാമെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്.